കരഞ്ഞുകൊണ്ട് ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ്. ടോപ്പ് 6 എത്തി നിന്ന ശ്രീതുവിന് ആ സ്റ്റേജിൽ, ടോപ്പ് 6 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ, ഫിനാലെ സ്റ്റേജിൽ നിൽക്കണമെന്നായിരുന്നു ആഗ്രഹം. അവരിൽ ഒരാൾ പുറത്തു പോകും മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന്. ഒരിക്കലും അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് വീട്ടിൽ എല്ലാവരും വന്ന സമയമാണ്. ആ സമയത്ത് ഒരു മിഡ് വീക്ക് എവിക്ഷൻ ആരും പ്രതീക്ഷിച്ച കാര്യമല്ല. അവിടെയാണ് ഒരു മിഡ് വീക്ക് എവിക്ഷൻ വെച്ച് അവിടെ ബിഗ് ബോസ് എല്ലാവരെയും എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥയിലാക്കി മാറ്റിയത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷൻ വെക്കുന്നു. അതിൽ പുറത്തേക്ക് പോകേണ്ടി വന്നു ശ്രീതുവിന് അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അർജുൻ അത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നൊരു കാര്യമായിരുന്നില്ല. അവർ രണ്ടുപേരും ഫിനാലെ വീക്കിൽ ഒരുമിച്ച് എത്തുമെന്നാണ് അവർ കരുതിയിരുന്നത്. എന്തായാലും ശ്രീതു പോകുന്ന സമയത്ത് അവിടെ നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു അർജുൻ. അതുപോലെ തന്നെ ശ്രീതും ഭയങ്കര കരച്ചിലായിരുന്നു. വിഷമത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ശ്രീതു. എല്ലാവർക്കും അതേപോലെ വിഷമമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അർജുൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും, അവിടെ ടോപ്പ് 4 വന്ന് നിൽക്കുന്ന ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. ടോപ്പ് 5 വന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ബാക്കിയെല്ലാം ടോപ്പ് 5 വന്നതിൽ എന്തായാലും സന്തോഷമുണ്ടായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവിടെ ശ്രീതു പോകുമെന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ല. ശ്രീതുവിൻ്റെ ആ മടങ്ങിപ്പോക്ക് അത് അർജുന വല്ലാത്തൊരു ആഘാതമാണ് നമുക്ക് ലൈവ് എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അവിടെ. എന്തായാലും ശ്രീതുവിന് ടോപ്പ് 5 എത്താനുള്ള യോഗമില്ലാതെ പോയി. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ടോപ്പ് 5 എത്താനുള്ള ഒരു യോഗ്യത ശ്രീതുവിനില്ല എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ശ്രീതുവിന് വോട്ട് കുറഞ്ഞ് മിഡ് വീക്ക് എവിക്ഷനിൽ ശ്രീതുവിന് പുറത്തേക്ക് പോകേണ്ടി വന്നതും.